എന്താ സാറേ ഇവിടെ? ഒന്നുമില്ല, ജോസഫിനെ ഒന്ന് കാണാൻ വന്നാ. പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ല. അതറിയാം, അതാ പറയാഞ്ഞ്. ഞങ്ങൾ ഈ അക്കുഡേറ്റ് വരെ വന്നാ ക്രൈം സ്പോട്ടേ. അപ്പോഴാ ലാസർ പറഞ്ഞേ ജോസഫിന്റെ സൈറ്റ് അവിടെ നിന്ന് വളരെ അടുത്താണെന്ന്. എന്നാ പിന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എന്ത് സൈറ്റോ? സൈറ്റും കാണാം, ജോസഫിനെയും കാണാം. സാറിന് ഇവിടെ ഒറ്റ സൈറ്റേ ഉള്ളൂ? അക്വാഡക്റ്റിനോട് അടുത്ത് ഈ ഒറ്റ സൈറ്റേ ഉള്ളൂ, ബാക്കിയൊക്കെ ദൂരെയാ. ഞങ്ങൾ അങ്ങനെ ചോദിച്ചില്ലല്ലോ. അതിലേക്കാണല്ലോ ചോദ്യം വന്നത്. ഞാൻ അങ്ങോട്ട് ഊഹിച്ചു, വെറുതെ എന്തിനാ സമയം കളഞ്ഞു, പണിയൊക്കെ നടക്കല്ലേ. ബ്രില്യൻറ്റ്. താങ്ക് യു. ഇവിടെ മൊത്തം എത്ര പണിക്കാരുണ്ട്? എനിക്ക് സ്ഥിരമായിട്ടൊരു 4-5 പേരുണ്ട്. ഇവരൊക്കെ ജോസഫ് പറഞ്ഞ എന്തും കേൾക്കുമായിരിക്കും അല്ലേ? പിന്നെ നല്ല അനുസരണയുള്ളവരാ. കാണിച്ചു തന്നെ. ശ്രീകുട്ടാ, ആ ചട്ടി ഒന്ന് അവിടെ വെച്ചേ. ഒന്ന് കറങ്ങിയാടാ, ചട്ടി എടുത്ത് വെച്ചേ. ഇളി നിർത്തി കയറിപ്പോക്കോ. കണ്ട സാറേ, നല്ല അനുസരണ. ഒരു സല്യൂട്ടും കൂടി എടുപ്പിക്കണോ? ഇളക്കല്ലേ. ഈ കിഡ്നാപ്പിംഗ് നടന്ന ദിവസം തനിക്ക് അവിടെ പണി ഉണ്ടായിരുന്നു? ഇല്ല. അപ്പൊ പണിയുമില്ല, പണിക്കാരും ഇല്ല അല്ലേ? ഇല്ല. ഈ വീടിന്റെ താക്കോൽ എവിടെയാ? ഈ വീടിന്റെ താക്കോല? സാറേ ഈ ഷെഡ് ലോക്കാ. ഇതിന്റെ താക്കോല് എവിടെ? അതെ, ഷെഡ് താക്കോൽ. ഞാൻ അതാ ഉദ്ദേശിച്ചത്. അതെവിടെ? ശ്രീകുട്ടാ, എന്താ പറയണി? ആ സാറിന് ഷെഡും തുറന്നു കൊടുത്തേ. അല്ല, സാർ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ മകനെ കിഡ്നാപ്പ് ചെയ്ത് ഷെഡിൽ പൂട്ടിയിട്ടെന്നാ. ഏത് മണ്ടന്റെ ബുദ്ധിയില്ല സാർ ഇങ്ങനെയൊക്കെ വന്നത്? ബുദ്ധി ആരുടെ വേണമെങ്കിലും ആയിക്കോട്ടെ. ജെഫിനെ ഹൈജാക്ക് ചെയ്ത സ്ഥലവും അക്കുഡേറ്റും തമ്മിൽ വലിയ ദൂരമില്ലെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും സേഫ് തൻ്റെ ഈ സൈറ്റാ. അതുമാത്രമല്ല, ജെഫിനെ കിഡ്നാപ്പായ ദിവസം തന്നെ താൻ മനഃപൂർവ്വം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സൈറ്റിലെ പണി നിർത്തി വെച്ചു. ഞാൻ മുൻകൂട്ടി മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ടല്ല അന്ന് ഈ സൈറ്റിൽ പണി നിർത്തി വെച്ചത്. അതാണിപ്പോൾ ഉണ്ടാക്കി പറയുന്നല്ലേ, തെളിവൊന്നുമില്ലല്ലോ. തെളിവാ? ശ്രീക്കു, തെളിവുണ്ട് സാർ.